മക്കൾ മുതിരുമ്പോൾ തങ്ങൾക്ക് താങ്ങാവുമെന്നാണ് ഒട്ടുമിക്ക മാതാപിതാക്കളുടെയും പ്രതീക്ഷ. എന്നാൽ എല്ലാ പ്രതീക്ഷകളും തകർത്ത് മകൻ ലഹരിക്ക് അടിമയാവുകയും സ്വത്തിനു വേണ്ടി പീഡിപ്പിക്കുകയും ചെയ്താലോ? ആ മനോവിഷമം താങ്ങാതെയാണ് തിരുവല്ല വേങ്ങലിലെ രാജു തോമസും ഭാര്യ ലൈജി തോമസും ജീവനൊടുക്കിയത്. വീട് പൂട്ടി താക്കോൽ വരാന്തയിൽ വെച്ച ശേഷം ഇരുവരും കാറിൽ കുറച്ചകലെ എത്തി തീ കൊളുത്തി മരിക്കുകയായിരുന്നു. മകന്റെ പീഡനം വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരുവല്ല വേങ്ങൽ പാടത്തിന് സമീപം തുകലശ്ശേരി സ്വദേശികളായ രാജു തോമസിനെയും ഭാര്യ ലൈജി തോമസിനെയും കാർ കത്തി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചവരെ തിരിച്ചറിഞ്ഞത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാത്ത ഇവരുടെ മരണം നാട്ടുകാരെയും ഞെട്ടിച്ചു. തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിലാണ് മകൻ ജോർജിന്റെ അമിത മദ്യപാനവും സ്വത്തിനെ ചൊല്ലിയുള്ള പീഡനവുമാണ് ദമ്പതിമാർ ജീവനൊടുക്കാൻ കാരണമെന്നുള്ള ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുന്നത്. ദീർഘനാളായി വിദേശത്തായിരുന്ന രാജു തോമസ് നാട്ടിലെത്തിയ ശേഷം തന്റെ സമ്പാദ്യം മകനു വേണ്ടിയാണ് വിനിയോഗിച്ചിരുന്നത്. വിവാഹിതരായ മകന്റെ അമിത മദ്യപാനവും മാനസിക പീഡനവും രാജുവിനെയും ലൈജയെയും മാനസികമായി തളർത്തിയെന്ന് പോലീസ് പറയുന്നു. മകന്റെ മദ്യപാനം അതിരുവിട്ടപ്പോൾ പലതവണ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയ്ക്കായി എത്തിച്ചു. തുടർന്ന് സ്വത്തുക്കൾ മകന്റെ ഭാര്യയുടെ പേരിൽ എഴുതിവെച്ചു. ഇതിനെ ചൊല്ലിയും വീട്ടിൽ നിരന്തരം തർക്കങ്ങളുണ്ടായി പറയപ്പെടുന്നു. മകന്റെ വഴിതെറ്റിയുള്ള ജീവിതത്തിൽ മനംതുന്നാണ് ദമ്പതിമാർ ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസ് നൽകുന്ന വിവരം. തുകലശ്ശേരിയിലെ വീട്ടിൽ അടുത്തിടെയായി രാജു തോമസും ഭാര്യ ലൈജി തോമസും മാത്രമാണ് താമസിച്ചിരുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട.